ഈ തണുപ്പത്ത് നല്ലൊരു ടൊമാറ്റോ സൂപ്പ് കുടിച്ചാലോ? നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണ മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ടാണേലും ചെയ്യാം. അല്ല ബട്ടർ മാത്രമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുമാണ്. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം മതി. അതിലേക്ക് ഒരു ചെറിയ സവാളയാണ്, അത് സ്ലൈസ് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ സെലറിയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സൂപ്പിന് കിട്ടുക. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതൊരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയാണ്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു വളരെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 മീഡിയം സൈസ് തക്കാളിയുണ്ട്. അത് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കളറിനും ടേസ്റ്റിനും എല്ലാം നല്ലത് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകാണ്. ഇതൊരു 6-7 കുരുമുളകുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഇത് നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ, തക്കാളിയുടെ എല്ലാം പച്ചമണമെല്ലാം നന്നായി മാറി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് അരിച്ചെടുക്കണം. അതിലുള്ള എല്ലാ പൾപ്പും നമുക്ക് കിട്ടുന്ന രീതിയിൽ നന്നായി അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ അരിച്ചു വെച്ചിരുന്ന ആ സൂപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം പുളിയെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കോൺഫ്ലോർ ആണ്. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്. ആവശ്യാനുസരണം നമ്മുടെ തിക്നെസ് എന്തോരം വേണമോ അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് സൂപ്പ് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പിൽ നിങ്ങൾക്ക് ക്രീം താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ബ്രെഡ് ക്രൂട്ടോൺസ് ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്പം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.